السلام عليكم ورحمة الله وبركاته. أيها الأحبة، مرحبا بكم. أهلا وسهلا. في مهد الحضارة എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. نقرأ النص ونختار الجموع للكلمات التالية ونكتب. പാഠഭാഗം വായിച്ച് താഴെയുള്ള വേർഡ്സിന്റെ പ്ലൂരൽ നമുക്ക് കണ്ടെത്താം, എഴുതാം. ഇവിടെ ചില വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ വേർഡ്സിന്റെ എല്ലാം പ്ലൂരലാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം ജബലുൻ, മല. മലയുടെ പ്ലൂരൽ ജംഅ്. ജിബാലുൻ, മലകൾ. നഹ്റുൻ, പുഴ. പുഴയുടെ ജംഅ് പ്ലൂരൽ അൻഹാറുൻ, പുഴകൾ. ഗാബത്തുൻ, കാട്. ഗാബാത്തുൻ, കാടുകൾ. ബഹ്റുൻ, കടൽ. ബിഹാറുൻ, കടലുകൾ. ഇതാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ച ജംഅ് പ്ലൂരലുകൾ. നമ്മുടെ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ബഅദൽ ഫതൂരി ഖറജ്നാ മഅൽ മുർഷിദി സിയാഹി ലിസിയാറത്തിൽ അമാകീനി സിയാഹിയ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ടൂറിസ്റ്റ് ഗൈഡുമായി ടൂറിസ്റ്റ് പ്ലേസസുകൾ വിസിറ്റ് ചെയ്യാനായി പുറപ്പെട്ടു. ബഅദൽ ഫതൂർ, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. ഫതൂർ, ബ്രേക്ക്ഫാസ്റ്റ്. ഖറജ്ന, ഞങ്ങൾ പുറപ്പെട്ടു. മഅ മുർഷിദു സിയാഹി, ടൂറിസ്റ്റ് ഗൈഡുമായി. മുർഷിദു സിയാഹി, ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കാണിക്കാനായി ഗൈഡ് ചെയ്തു കൊണ്ടു നടക്കുന്ന ആളുകളെയാണ് ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറയുന്നത്. ലി സിയാറത്തിൽ അമാക്കീൻ, സിയാറ വിസിറ്റ്, അമാക്കീൻ സ്ഥലങ്ങൾ. അമാക്കീനി സിയാഹിയ, ടൂറിസ്റ്റ് സ്ഥലങ്ങൾ. മക്കാന്റെ ജം ആണ് അമാക്കീൻ. സമിഅതു മിനൽ മുർഷിദി ആൻ മിസ്റ കസീറൻ, ഗൈഡിൽ നിന്നും ഞാൻ മിസ്റിനെ പറ്റി ധാരാളം കേട്ടു. സമിഅതു, ഞാൻ കേട്ടു. മിനൽ മുർഷിദി, ടൂറിസ്റ്റ് ഗൈഡിൽ നിന്നും. ആൻ മിസ്റ, ഈജിപ്തിനെ പറ്റി. കസീറൻ, ധാരാളം. തഖഉ മിസ്റു ഫി ഖാറത്തി അഫ്രിക്കിയ, ഈജിപ്റ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തഖഉ, സ്ഥിതി ചെയ്യുന്നു. മിസ്ർ, ഖാറത്തി അഫ്രിക്കിയ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ. ഖാറ, ഭൂഖണ്ഡം അല്ലെങ്കിൽ കോണ്ടിനെന്റ്. യജ്രി ബിഹ നഹ്റുൻ നൈൽ, അതിലൂടെ നൈൽ നദി ഒഴുകുന്നു. യജ്രി, ഒഴുകുന്നു. നഹ്ർ, പുഴ. നൈല്, ഈജിപ്തിലെ പ്രശസ്തമായ നൈൽ നദി. ഹുവ അത്വലു നഹ്റിൻ ഫിൽ ആലം, അത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. അത്വലു നഹ്ർ, ഏറ്റവും നീളം കൂടിയ നദി. ആലം, വേൾഡ്. തുഗറഫു മിസ്റു ബി ഹിബത്തിൻ നൈൽ, നൈൽ ഈജിപ്തിന്റെ ദാനം എന്ന് അറിയപ്പെടുന്നു. തുഗറഫു, അറിയപ്പെടുന്നു. ഹിബ, ഗിഫ്റ്റ് അല്ലെങ്കിൽ ദാനം. നൈലിന്റെ ദാനം എന്നാണ് മിസ്ർ അറിയപ്പെടുന്നത് തന്നെ. ഫിഹ അമാക്കീനു താരിഖിയ അദീദ വ വിജ്ഹാത്തുൻ സിയാഹിയത്തുൻ കസീറത്തുൻ, അതിൽ ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും എണ്ണമറ്റ ടൂറിസ്റ്റ് പ്ലേസുകളും ഉണ്ട്. ഫിഹ, അതിലുണ്ട്. അമാക്കീൻ, സ്ഥലങ്ങൾ. താരിഖിയ, ചരിത്രപ്രധാനമുള്ള. അദീദ, എണ്ണമറ്റ. വിജ്ഹാത്തുൻ സിയാഹിയ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ. കസീറ, ധാരാളം. കൽ അഹ്റാമി വൽ മത്ഹഫിൽ മിസ്രി വൽ മക്തബത്തിൽ ഇസ്കന്ദരിയ വ ജാമിഅത്തി അസ്ഹർ ഖൽഅത്തി സുലാഹുദ്ദീനിൽ അയ്യൂബി, സുലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട. അസ്ഹർ യൂണിവേഴ്സിറ്റി. അലക്സാൻഡ്രിയ ലൈബ്രറി. ഈജിപ്ഷ്യൻ മ്യൂസിയം. പിരമിഡുകൾ എന്നിവ പോലെ. അഹ്റാം, പിരമിഡുകൾ. മത്ഹഫിൽ മിസ്രി, ഈജിപ്ഷ്യൻ മ്യൂസിയം. മത്ഹഫ്, മ്യൂസിയം. മക്തബത്തിൽ ഇസ്കന്ദരിയ, അലക്സാൻഡ്രിയ ലൈബ്രറി. മക്തബ, ലൈബ്രറി. ജാമിഅത്തി അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി, പ്രശസ്തമായ ഒരു ജാമിയ യൂണിവേഴ്സിറ്റിയാണ് അസ്ഹർ. വഖൽഅത്തി സുലാഹുദ്ദീൻ അയ്യൂബി, സുലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട. ഖൽഅ, കോട്ട. അൽ കാഹിറത്തു ആസിമത്തു മിസ്ർ, ഈജിപ്തിന്റെ തലസ്ഥാനം കാഹിറ, കെയ്റോ ആണ്. ആസിമ, ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനം.
ബനാഹൽ ഖാഇദു ജൗഹറുസ്സഖലി. ജൗഹറുസ്സഖലി എന്ന ലീഡറാണ് ഇത് നിർമ്മിച്ചത്. ഖാഇദ് ലീഡർ, ബന നിർമ്മിച്ചു. സുർന ഹാദിഹിൽ അമാക്കീന വതമത്തഅന ബിർരിഹ്ലതി കസീറ. ഞങ്ങൾ ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയും ഈ യാത്ര ഞങ്ങൾ വളരെയധികം ആസ്വദിക്കുകയും ചെയ്തു. സുർന ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഹാദിഹിൽ അമാക്കീൻ ഈ സ്ഥലങ്ങൾ. തമത്തഅന ഞങ്ങൾ എൻജോയ് ചെയ്തു. തമത്തഅ എൻജോയ്. കാനത്തി റിഹ്ലത്തു മുംതിഅതൻ യാത്ര വളരെ രസകരമായിരുന്നു. മുംതിഅ രസകരം, ഫൺ. ബഅദ ഉസ്ബുഇൻ റജഅന ഇലാ കേരള. ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ കേരളത്തിൽ മടങ്ങിയെത്തി. ബഅദ ഉസ്ബുഇൻ ഒരാഴ്ചയ്ക്ക് ശേഷം, ഉസ്ബു ആഴ്ച, റജഅന ഞങ്ങൾ മടങ്ങി, ഇല കേരള കേരളത്തിലേക്ക്. ഒരാഴ്ച ഈജിപ്തിൽ താമസിച്ചതിനു ശേഷം നമ്മുടെ കുട്ടിയും ഫാമിലിയും കേരളത്തിലേക്ക് തിരിച്ചു പോകുകയാണ്. മുർഷിദ് സിയാഹി ടൂറിസ്റ്റ് ഗൈഡുമായി കണ്ട കാഴ്ചകളും മറ്റുമാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിച്ചത്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടെത്താം. ഐന തഖഉ മിസ്ർ. മിസ്ർ ഈജിപ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഐന തഖഉ എവിടെ സ്ഥിതി ചെയ്യുന്നു? തഖഉ മിസ്ര ഫി ഖാറത്തി അഫ്രീഖിയ. ഈജിപ്റ്റ് ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പാരഗ്രാഫിൽ ഇത് സെക്കൻഡ് ലൈനായിട്ട് തന്നിട്ടുണ്ട്. ബിമാ തുഅറഫു മിസ്ർ. ഈജിപ്തിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? തുഅറഫു മിസ്ര ബിഹിബത്തിൻ നൈൽ. ഈജിപ്തിനെ നൈലിന്റെ ദാനമെന്നാണ്, ഗിഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മൻ ജൗഹറുസ്സഖലി. ജൗഹറുസ്സഖലി ആരായിരുന്നു? മിസ്ർ ഉണ്ടാക്കിയ ആളാണ് ജൗഹറുസ്സഖലി. ഹുവ ഖാഇദുൽ മിസ്ർ. മിസ്റിന്റെ ലീഡറാണ് ജൗഹറുസ്സഖലി. നെക്സ്റ്റ് പേജ്. നഖ്റഉൻ നസ്സ വനഖ്താറുൽ വിജ്ഹാത്തി സിയാഹിയ ഫി മിസ്ര വനക്തുബു. പാരഗ്രാഫ് വായിച്ച് നമുക്ക് ഈജിപ്തിന്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കണ്ടെത്താം. നമുക്ക് എഴുതാം. ഏതെല്ലാമാണ് ഈജിപ്തിൽ കുട്ടി കണ്ട ടൂറിസ്റ്റ് പ്ലേസസ് എന്നത് നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരുന്നു. നഹ്റുൻ നൈൽ, നൈൽ നദി. മത്ഹഫുൽ മിസ്രി, മക്തബത്തുൽ ഇസ്കന്ദരിയ, അലക്സാൻഡ്രിയ ലൈബ്രറി. ജാമിയത്തി അസ്ഹാർ, അസ്ഹാർ യൂണിവേഴ്സിറ്റി. ഖൽഅത്തി സ്വലാഹുദ്ദീൻ അൽ അയ്യൂബി, സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ട. ഇതെല്ലാമാണ് ഈജിപ്തിൽ നമ്മുടെ കുട്ടി കണ്ട സ്ഥലങ്ങൾ. അടുത്തത് നസ്തഅമിലു ഫിൽ ജുമലി. താഴെ നമുക്ക് 3 പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ വേർഡും സെന്റൻസുകൾ തയ്യാറാക്കാനായി ഉള്ളവയാണ്. അൽ ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ്, അൽ അദ ലഞ്ച്, അൽ അഷ ഡിന്നർ രാത്രി ഭക്ഷണം. ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെന്റൻസ്, തനാവൽതുൽ ഫതൂറ ഖബലൽ ഖുറൂജി ഇലൽ മദ്രസ. സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. തനാവൽതു ഞാൻ കഴിച്ചു. അപ്പോൾ ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന പദം നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ ഉപയോഗിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് സെന്റൻസ് അദാ, അദാ ലഞ്ച്. തനാവൽതുൽ അദാ ഞാൻ അദാ കഴിച്ചു, ലഞ്ച് കഴിച്ചു. അപ്പോൾ ബാക്കി നമ്മൾ കണ്ടെത്തിയാൽ മതി. ബഅദ റുജൂഇ മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ഞാൻ ലഞ്ച് കഴിച്ചു. ബഅദ ശേഷം, റുജു മടക്കം, മിനൽ മസ്ജിദ്. അടുത്തത് തനാവൽതുൽ അശ, ഞാൻ ഡിന്നർ കഴിച്ചു. അശ ഡിന്നർ. ബഅദ ഖിറാഅത്തി ദറസ്, ചാപ്റ്റർ വായിച്ച ശേഷം ഞാൻ ഡിന്നർ കഴിച്ചു. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മാപ്പാണ് തന്നിരിക്കുന്നത്. 7 കോണ്ടിനെന്റ്സ്, 7 ഭൂഖണ്ഡങ്ങളുടെ ഒരു മാപ്പാണ് നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ തന്നിരിക്കുന്നത്. ഈ ഭൂഖണ്ഡങ്ങൾ എങ്ങനെയാണ് അറബിയിൽ എഴുതാമെന്നതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഖാറത്ത് എന്നാണ് ഭൂഖണ്ഡത്തിന് പറയുക. 2 ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഖാറത്തു അന്റാർട്ടിക്ക, അന്റാർട്ടിക്ക ഭൂഖണ്ഡം.
ഖാറത്തു അംരീക്കിയൽ ജുനൂബിയ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡം. ഖാറത്തു അംരീക്കിയ ഷിമാലിയ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡം. ഖാറത്തു ആസിയ ഏഷ്യൻ ഭൂഖണ്ഡം. ഖാറത്തു ഉറൂബ യൂറോപ്യൻ കോണ്ടിനെന്റ്. ഖാറത്ത് അഫ്രിക്കിയ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ഖാറത്തു ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം. ഇപ്പോൾ 7 ഭൂഖണ്ഡങ്ങളെ അറബിയിൽ എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ മാപ്പ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുമ്പോൾ അറബിയിൽ മാർക്ക് ചെയ്യുക. അടുത്തത് നഖറഉൽ ബയാനാത്തി വനഫ്ഹമു. നമുക്ക് ബയാൻ വായിക്കാം, മനസ്സിലാക്കാം. പിക്ചറിൽ തന്നിരിക്കുന്നവയുടെ ബയാൻ നമുക്ക് വായിക്കാം. ഹാദിഹി അഹ്റാമു മിസ്ർ. ഇത് ഈജിപ്ഷ്യൻ പിരമിഡുകളാണ്. ബനാഹ മുലൂഖ് മിസ്ര ഫി സമനിൽ ഖദീം. പുരാതന കാലഘട്ടത്തിൽ മിസ്രിലെ രാജാക്കന്മാരാണ് ഇവ നിർമ്മിച്ചത്. ബനാഹ ഇവ നിർമ്മിച്ചു. മുലൂക്ക് മലിക്കുൻ ജംഅ മുലൂക്ക് രാജാക്കന്മാർ. സമനിൽ ഖദീം പുരാതന കാലഘട്ടത്ത്. ഖദീം പഴയത്, പുരാതനം. ഹിയ മിനൽ അജായിബിൽ ആലമിയ. ഇത് ലോകാത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. ഈജിപ്ഷ്യൻ പിരമിഡുകളെ കുറിച്ചാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. ഹാദിഹി ഖൽഅത്തു സ്വലാഹുദ്ദീനിൽ അയ്യൂബി. ഇത് സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കോട്ടയാണ്. ഖൽഅ കോട്ട. തഖഉ ഫിൽ ഖാഹിറ. കെയ്റോയിൽ സ്ഥിതി ചെയ്യുന്നു. തഖഉ സ്ഥിതി ചെയ്യുന്നു. ബുനിയത് സന 1183 മിലാദിയ ഫി അഹദി സ്വലാഹുദ്ദീനിൽ അയ്യൂബി. 970 വർഷം ജൗഹർ സഖലി എന്ന ലീഡർ ഇത് നിർമ്മിച്ചു. ഖായിദ് ലീഡർ, ബന നിർമ്മിച്ചു. പ്രശസ്തമായ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ പിക്ചറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ വായിച്ചത്. നെക്സ്റ്റ്, ഹാദ മത്ഹഫ് മിസ്ർ. ഇത് ഈജിപ്ഷ്യൻ മ്യൂസിയമാണ്. മത്ഹഫ് മ്യൂസിയം. അഹദു അക്ബരി മതാഹിഫ ഫിൽ ആലം. ലോകത്തിലെ വലിയ മ്യൂസിയങ്ങളിൽ ഒന്ന്. ആലം വേൾഡ്, ലോകം. മതാഹിഫ് മത്ഹഫുൻ ജംഅ മതാഹിഫ് മ്യൂസിയം. അക്ബർ വലിയ. യഖഉ ഫിൽ ഖാഹിറ. ഇത് കെയ്റോയിൽ സ്ഥിതി ചെയ്യുന്നു. യഖഉ സ്ഥിതി ചെയ്യുന്നു. ഖാഹിറ കെയ്റോ. ഉസ്സിസ ഹാദൽ മത്ഹഫു ആം 1835 മിലാദിയ. 1835 വർഷം ഈ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടു. ഉസ്സിസ സ്ഥാപിക്കപ്പെട്ടു. നുലാഹിലുൽ മഷ്ഹദ വനുഇദ്ദുൽ ബയാന ബിമുസാഅദത്തിൻ നിഖാത്ത്. ചിത്രം നിരീക്ഷിച്ച് പോയിന്റ്സിന്റെ സഹായത്തോടുകൂടി വിവരണം തയ്യാറാക്കാം. താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കാം. അതിനോടനുബന്ധിച്ച് തന്നിരിക്കുന്ന പോയിന്റ്സുകളുടെ സഹായത്തോടെ വേണം ബയാൻ തയ്യാറാക്കാനായി. ഇത് താജ്മഹലിന്റെ പിക്ചറാണ്. പോയിന്റ്സ് എന്തെല്ലാമാണ്? ബനൽ മലിക്കു ഷാജഹാൻ. ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചു. മിനൽ അജായിബിൽ ആലമിയ. ലോകാത്ഭുതങ്ങളിൽ നിന്ന്. ബി ആഗ്ര ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ആഗ്രയിൽ. ബയാൻ എന്താണ്? ഹാദ മബ്ന താജ്മഹൽ. ഇത് താജ്മഹൽ കെട്ടിടമാണ്. മബ്ന കെട്ടിടം, ബിൽഡിംഗ്. ഹുവ മിനൽ അജായിബിൽ ആലമിയ. ഇത് ലോകാത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. യഖഉ ബി ആഗ്ര ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നു. ബനാഹു മലിക്കു ഷാജഹാൻ. ഷാജഹാൻ ചക്രവർത്തി ഇത് നിർമ്മിച്ചു. മലിക് രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി. ബന നിർമ്മിച്ചു. അടുത്ത പിക്ചർ നോക്കാം. ഇത് ചേരമാൻ ജുമാ മസ്ജിദാണ്. പോയിന്റ്സ് എന്തെല്ലാമാണ്? മസ്ജിദു ചേരമാൻ. ചേരമാൻ പള്ളി. ഫി വിലായത്തി കേരള. കേരള സംസ്ഥാനത്തിൽ. അഖ്ദമു മസ്ജിദിൻ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ പുരാതന പള്ളി. എങ്ങനെ ബയാൻ തയ്യാറാക്കാം? ഹാദ മസ്ജിദു ചേരമാൻ. ഇത് ചേരമാൻ പള്ളിയാണ്. യഖഉ ഫി വിലായത്തി കേരള. കേരള സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. വഹുവ അഖ്ദമു മസ്ജിദിൻ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ പുരാതന പള്ളിയാണിത്. അടുത്ത പിക്ചർ സെക്രട്ടേറിയറ്റിൻ്റെതാണ്. പോയിന്റ്സ് എന്തെല്ലാമാണ്? അബ്ന സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ്. ഫി വിലായത്തി കേരള. കേരള സംസ്ഥാനത്തിൽ. മലിക്കു ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ രാജാവ്. എങ്ങനെ ബയാൻ തയ്യാറാക്കാം? ഹാദ മബ്ന സെക്രട്ടേറിയറ്റ്. ഇത് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണ്.
യഖഉ ഫി വിലായത്തി കേരള. കേരള സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. യഖഉ സ്ഥിതി ചെയ്യുന്നു. വിലായ സംസ്ഥാനം. ബനാഹുൽ മലിക്കു ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ രാജാവ് നിർമ്മിച്ചു. ഇങ്ങനെ നമുക്ക് പിക്ചർ തന്നാൽ പോയിന്റ്സിൻ്റെ സഹായത്തോടു കൂടി ബയാൻ തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ആക്ടിവിറ്റി നുക്കമ്മിലുൽ ജുമല വനുഇദ്ദു മുദക്കിറ റിഹ്ലത്തിൻ ഇലാ സാഹിലിൽ ബഹരി ബിമുസാഅദതി സുവരി വന്നിഖാത്ത്. പോയിന്റ്സിൻ്റെയും ചിത്രത്തിൻ്റെയും സഹായത്തോടു കൂടി കടൽ തീരത്തിലേക്കുള്ള യാത്രയുടെ മുദക്കിറ നോട്ട് തയ്യാറാക്കാം. സെന്റൻസ് പൂരിപ്പിക്കാൻ പോയിന്റ്സ് എന്തെല്ലാമാണ്? റഅയ്തു ഞാൻ കണ്ടു, ലഅബ്തു ഞാൻ കളിച്ചു, സബഹ്തു ഞാൻ നീന്തി, ശരിബ്തു ഞാൻ കുടിച്ചു. ഫസ്റ്റ് വൺ പിക്ചറിൽ തന്നിരിക്കുന്നത് കുട്ടികൾ കളിക്കുന്നതാണ്. മഅൽ അസ്തിഖാഇ ഫി സാഹിലിൽ ബഹരി. കടൽ തീരത്ത് കൂട്ടുകാരോടൊത്ത് ഡാഷ്. സാഹിലിൽ ബഹർ കടൽ തീരം, അസ്തിഖ കൂട്ടുകാർ. ലഅബ്തു മഅൽ അസ്തിഖാഇ ഫി സാഹിലിൽ ബഹരി. കടൽ തീരത്ത് കൂട്ടുകാരോടൊത്ത് ഞാൻ കളിച്ചു. ലഅബ്തു ഞാൻ കളിച്ചു. അടുത്ത പിക്ചർ പട്ടം പറത്തുന്നത് നോക്കുന്നതാണ്. ഡാഷിൽ ഔലാദു യൽഅബൂന ബി ഡാഷ്. കുട്ടികൾ കളിക്കുന്നു ഡാഷ് കൊണ്ട്. ഇവിടെ നമ്മൾ 2 വേർഡ്സ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. റഅയ്തു ഞാൻ കണ്ടു, അൽ ഔലാദു യൽഅബൂന കുട്ടികൾ കളിക്കുന്നത്, ബിത്വാഇറത്തിൽ വറഖിയ പട്ടം കൊണ്ട്. പട്ടം കൊണ്ട് കുട്ടികൾ കളിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത പിക്ചർ നീന്തുന്നതാണ്. മഅ അസ്തിഖാഇ ഫി ഡാഷ്. ഡാഷ് കൂട്ടുകാരോടൊത്ത് ഡാഷിൽ. സബഹ്തു ഞാൻ നീന്തി, മഅൽ അസ്തിഖാഇ കൂട്ടുകാരോടൊത്ത്, ഫി ഡാഷ് അൽ ബഹരി കടലിൽ ഞാൻ കൂട്ടുകാരോടൊത്ത് നീന്തി. അടുത്ത പിക്ചർ ഒരു ബോട്ടിൻ്റെതാണ്, വഞ്ചിയുടേതാണ്. ഷാഹത്തു ഡാഷ് ഫിൽ ബഹരി. കടലിൽ ഡാഷ് ഞാൻ കണ്ടു. കടലിൽ ഞാൻ ബോട്ട് കണ്ടു. ഖാരിബി. ഷാഹത്തു അൽ ഖാരിബു ഫിൽ ബഹരി. ഖാരിബ് ബോട്ട്. അടുത്ത പിക്ചർ കുട്ടി ചായ കുടിക്കുന്നു. ഡാഷ് മഅ അസ്തിഖാഇ ഡാഷ് മിനൽ മഖഹ. കഫേയിൽ ഞാൻ കൂട്ടുകാരോടൊത്ത് ചായ കുടിച്ചു എന്നെഴുതാം. ശരിബ്തു ഞാൻ കുടിച്ചു. മഅൽ അസ്തിഖാഇ കൂട്ടുകാരോടൊത്ത്, അഷായ് ചായ, മിനൽ മഖഹ കൂട്ടുകാരോടൊത്ത് ഞാൻ കഫേയിൽ ചായ കുടിച്ചു. നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ പോയിന്റ്സുകളെല്ലാം ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് കൂടി നമുക്ക് തയ്യാറാക്കാനുണ്ട്. ദഹബ്തു മഅ അസ്തിഖാഇ ഇലാ സാഹിലിൽ ബഹരി. ഞാൻ കൂട്ടുകാരോടൊത്ത് കടൽ തീരത്തിലേക്ക് പോയി. തന്നിരിക്കുന്ന പിക്ചർ ഉപയോഗിച്ച് തയ്യാറാക്കിയ പോയിന്റ്സുകളാണ് എഴുതേണ്ടത്. വലഅബ്തു മഅഹും ഫീഹി. ഞാൻ കൂട്ടുകാരോടൊത്ത് അതിൽ കളിച്ചു. ലഅബ്തു ഞാൻ കളിച്ചു. മഅഹും അവരോടൊത്ത്, ഫീഹി അതിൽ. ഏതിൽ? കടലിൽ. അടുത്ത സെന്റൻസ് എന്താണ്? റഅയ്തുൽ ഔലാദു യൽഅബൂന ബിത്വാഇറത്തിൽ വറഖിയ. കുട്ടികൾ പട്ടം കൊണ്ട് കളിക്കുന്നത് ഞാൻ കണ്ടു. സബഹ്തു മഅൽ അസ്തിഖാഇ ഫിൽ ബഹരി. ഞാൻ കൂട്ടുകാരോടൊത്ത് കടലിൽ നീന്തി. വശാഹത്തു അൽ ഖാരിബു യജ്രി ഫിൽ ബഹരി. കടലിൽ ബോട്ട് സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. സുമ്മ ശരിബ്തു മഅൽ അസ്തിഖാഇ അശ്ശായി മിനൽ മഖഹ. പിന്നീട് കഫയിൽ നിന്നും കൂട്ടുകാരോടൊത്ത് ഞാൻ ചായ കുടിച്ചു. ഇങ്ങനെ തന്നിരിക്കുന്ന സെന്റൻസ് ഉപയോഗിച്ച് നമുക്ക് പാരഗ്രാഫ് തയ്യാറാക്കാൻ സാധിക്കും. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിലായി നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. മഅസ്സലാമ. ശുക്രൻ ലക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ.